ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ, ദേശത്തിലേക്ക് അടുത്തുവാൻ, ദൈവമഹത്വം കാണുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞു കൊള്ളട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, റോഡിൻ്റെ താണു കിടക്കുന്ന ഭാഗമൊക്കെ അത് നന്നായി മണ്ണ് മാറ്റിയിട്ട് ആഴത്തിൽ നിന്ന് അത് കോൺക്രീറ്റ് ചെയ്ത് കയറി വരും ജീസസ്. എന്നിട്ട് മുകളിൽ വരുമ്പോൾ അവിടെ ഒരു കൈവിരിയൊക്കെ വെക്കും, ആരും താഴേക്ക് പോകാതിരിക്കാൻ. സ്വന്തം നമുക്കറിയാം, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് വചനത്തിൽ പറയും. സ്വന്തം അതുപോലെ തന്നെ യേശു പറഞ്ഞു, ആഴത്തിൽ കുറിച്ച് ആറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യൻ. സ്വത്രം. ഹല്ലേലൂയ. അപ്പം ഇതെങ്ങനെ ആഴത്തിൽ നിന്ന് പണിത് വന്ന് ഹല്ലേലൂയ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ കൈവിരിയൊക്കെ കെട്ടിവെച്ച് നിൽക്കുന്ന സ്ഥാനത്ത് സ്വത്രം ഈ വിശാലിക തന്ത്രങ്ങളെന്ന് പറയുന്ന ആരെയും തിരഞ്ഞെടുത്തവരെയും തള്ളിയിടണമെന്നുള്ളതാണ് വിശാലിന്റെ പദ്ധതി. സ്വത്രം. അല്ലെങ്കിൽ അങ്ങനെ ആ പഴയ തന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയോ പടം പഠിച്ച് ഇങ്ങനെ കയറി മേഖലയിൽ വന്ന കൈവരി മറിച്ചിടണമെന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരുങ്ങുമ്പോഴേക്കും ഒരു ശക്തമേറിയ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. സ്വത്രം. പിന്നെ അവിടെ പുള്ളിയെ കണ്ടില്ല ജീസസ്. ദൈവമുള്ളവരെ പറഞ്ഞത് ഹല്ലേലൂയ, ദൈവാത്മാവ് ഇടപെടുന്നതും സ്തോത്രം വളരെ കുറച്ച് നിൽക്കുന്നു എന്ന് തോന്നുന്നവരെ പോലും ചില തള്ളിയിടുവാൻ പോരാടുകയും പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ ദൈവജനം ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. രണ്ട്, നമ്മുടെ വേലി ഹല്ലേലൂയ, ആ സംരക്ഷണ വേലിക്ക് കേടുവരാതെയോ വേലിയുടെ ഭാഗങ്ങൾ പൊളിഞ്ഞു പോകാതെയോ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു ചില സമയങ്ങളിൽ കോട്ട കെട്ടി ഉയർത്തിക്കൊണ്ടുവരും, എങ്ങോട്ട് പോകാൻ കഴിയാതെ വിടുകയില്ല എന്ന് പറഞ്ഞ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നാം ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ആഴത്തിലും ആ കർത്താവ് പറഞ്ഞ ആ വചനത്തിന്റെ ഉറപ്പിൽ നിൽക്കുന്നെങ്കിൽ കോട്ടകളെയൊക്കെ ഹല്ലേലൂയ അങ്ങനെ മുറിച്ചു കളയുന്ന ശക്തമേറിയ വാള് ഇറങ്ങി വരും. ഹല്ലേലൂയ ചിലർക്കത്തിലെ പണിത് വന്ന കോട്ടകളെ ഹല്ലേലൂയ മുറിച്ചു കളയുന്ന ആ വെളിപ്പാട് ദൈവാത്മാവ് കാണിക്കുവാനിടയായി ജീസസ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ ഇരിക്കാനല്ല, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. നമ്മൾ നിൽക്കുന്ന വല്ലാത്ത കാലത്താണ് ജീസസ്. അതിനെക്കുറിച്ച് എപ്പോഴും നല്ലൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കും. ഈസി ആയിട്ട് പോകുന്നൊരു കാലത്തല്ല നമ്മൾ നിൽക്കുന്ന. അനർത്ഥങ്ങൾ പല നിലകളിൽ ഹല്ലേലൂയ ഇടുവാൻ ആ ലൂട്ടൻ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. അനർത്ഥങ്ങൾ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ ഇടുവാൻ, അനർത്ഥങ്ങൾ വെളിക്കൊണ്ടുവരുവാൻ ഹല്ലേലൂയ അനേകർ മരിക്കണമെന്നുള്ള നിലയിൽ പദ്ധതികൾ പൈശാചിക ശക്തികൾ ഒരുക്കുന്നുണ്ട് ജീസസ്. ഹല്ലേലൂയ. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്വത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ഹല്ലേലൂയ. സ്വത്രം. പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില വേദഭാഗങ്ങൾ ഹല്ലേലൂയ വായിക്കുകയും അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ദൈവസ്ഥനിലേക്ക് അടുത്തു വരുവാനും നമുക്കും ഇടയാകട്ടെ. സ്വത്രം. നമ്മൾ ഹല്ലേലൂയ പ്രത്യേകാൽ 18 സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം വന്നാട്ടെ, അവിടേക്ക് വന്നാട്ടെ ജീസസ്. ഇരുപത്തിയെട്ടാം വാക്യം മുതലാണ് വായിക്കേണ്ടത്. ഇടയ്ക്ക് ചിലത് വിട്ടേക്കും. ഹല്ലേലൂയ. 28-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ പറയുന്നു, യഹോവ എന്റെ ദീപത്തെ കത്തിക്കും. സ്തോത്രം. നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവാണ് യഹോവയുടെ വിളക്ക്. സ്തോത്രം. ഇവിടെ നോക്കി പറഞ്ഞോ, യഹോവ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? എന്റെ വിളക്കിനെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അപ്പോ ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ വെളിച്ചമാകുന്നു. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും ജീസസ്.
അപ്പം യേശു ആകുന്ന ആ വെളിച്ചം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകാരം, നമ്മുടെ മുമ്പിലുള്ള നമ്മെ മേൽ വ്യാപരിച്ചു കിടന്ന അന്ധകാരം മാറിപ്പോകും. ജീസസ്. അപ്പം ഹല്ലേലൂയ, യേശു നമ്മുടെ ആത്മാവാകുന്ന വിളക്കിനെ കത്തിച്ചാൽ നമ്മുടെ മേലുള്ള അന്ധകാരം മാറി പ്രകാശം വെളിപ്പെടാൻ തുടങ്ങും. അഥവാ യേശു ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മൂടി വെക്കാൻ കഴിയത്തില്ല. ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ബൾബ് പ്രകാശിക്കുന്നെങ്കിൽ ആ ബൾബിനെ നമുക്ക് മൂടി വെക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ പറ്റുന്നൊരു കാര്യമല്ല. യേശു അകത്ത് വന്നാൽ ആ വെളിച്ചത്തെ മൂടി വെക്കാൻ കഴിയത്തില്ല. അത് ആ വെളിച്ചം പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. ജീസസ്. അങ്ങനെ ഹല്ലേലൂയ, നാം ആത്മീയമായി വളരുവാനുള്ള ആർത്തിയോടെ അടുത്തിരുന്നെങ്കിൽ ആ വെളിച്ചം നമ്മുടെ 3 മണ്ഡലങ്ങളെയും പ്രകാശിപ്പിക്കാറുണ്ട്. ജീസസ്. ആത്മാവ്, ദേഹി, ഹല്ലേലൂയ, ദേഹം, ഈ 3 മണ്ഡലങ്ങളെയും ഈ വെളിച്ചം പ്രകാശിപ്പിക്കാൻ തുടങ്ങും. സ്തോത്രം. ഈ വെളിച്ചം അല്ലെങ്കിൽ യേശുവിന്റെ ആ വെളിച്ചം, യേശുവാകുന്ന വെളിച്ചം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ 3 മണ്ഡലങ്ങളെയും പ്രകാശിപ്പിച്ചെങ്കിലേ വാസ്തവമായി നമുക്ക് കാണേണ്ടതും കേൾക്കേണ്ടതുമായ പല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും യേശുവിൽ നിന്ന് കേൾക്കുവാനും കാണുവാനും കഴിയത്തുള്ളൂ. ജീസസ്. ലോകത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം, കേൾക്കാം, ചെവികൊണ്ട് കേൾക്കാം. ഇതൊന്നും കേട്ടും കണ്ടിട്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. ആരും നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമോ സമാധാനമോ ഒന്നും വരുന്നില്ല. 2 മണിക്കൂർ സിനിമ കണ്ടേച്ച് വന്നേച്ച് ആരേലി എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? കാശ് കൊടുത്തു മിച്ചം. കുറെ നേരം നമ്മൾ ചിരിക്കും, ആരേലി ആർട്ടോസിക്കും ഒക്കെ ചെയ്യുന്നെന്ന് വരാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴോ അത് പോയി, കാശും പോയി. ഹല്ലേലൂയ. എന്നാൽ യേശുവിനോട് അടുത്ത് എന്നാൽ ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രകാശിപ്പിക്കും. നമ്മുടെ ശരീരത്തിന്റെ 3 മണ്ഡലങ്ങളെയും നമ്മുടെ ഹാലിനെ അത് പ്രകാശിപ്പിക്കുക മാത്രമല്ല, ആ പ്രകാശത്താൽ നമ്മുടെ മേൽ വ്യാപരിച്ച ഇരുട്ട് മാറിയിട്ട് നമ്മൾ കാണേണ്ട പലതും കാണുവാൻ കഴിയും, കേൾക്കേണ്ട പലതും കേൾക്കുവാൻ കഴിയും. ഇവിടെ പറയുന്നു, സ്തോത്രം, യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നിട്ട് പറയാണ്, നിന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പോഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, യഹോവ വെളിച്ചമായി വന്നു, ആരെ അന്ധകാരം മാറി. അപ്പൊ പറയാണ്, കണ്ടോ, 3 മണ്ഡലത്തിലും വെളിച്ചം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, അഥവാ ഹല്ലേലൂയ, അഭിഷേകം, രാജാവിന്റെ അഭിഷേകം തന്റെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു? അന്ധകാരം മാറി, അന്ധകാരം മാറി. ജീസസ്. കാട്ടിൽ കിന്നരൊക്കെ വായിച്ച പാട്ടുമൊക്കെ പാടി നടന്നിരുന്ന പുള്ളിയെ വിളിച്ചു വരുത്തി രാജാവായി അഭിഷേകം ചെയ്തു. അഭിഷേക തൈലം വീണ് കഴിഞ്ഞപ്പോൾ ആള് മാറി, ലെവല് മാറി. ജീസസ്. ഹല്ലേലൂയ. പിന്നെ തിരിച്ച് കാട്ടിൽ ചെന്നപ്പോൾ ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തെ ഒരു ആയുധവും കയ്യില്ലാതെ വലിച്ചു കീറി കളഞ്ഞു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആടിനെ പിടിക്കാൻ വന്ന കരടിയെ അതിനെ വലിച്ചു കീറി കളഞ്ഞു. ജീസസ്. കണ്ടോ, അന്ധകാരം മാറി, ദൈവിക പ്രകാശം വന്നു, അഭിഷേകം വ്യാപരിച്ചപ്പോൾ, ഹല്ലേലൂയ, അഥവാ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അസാധ്യമായത് ചെയ്യുവാനിടയായി. മനുഷ്യർക്ക് അസാധ്യമായത് ചെയ്യുവാനിടയായി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ആരെയുണ്ടോ വെളിച്ചം മാറി, അല്ലെങ്കിൽ ഇരുട്ട് മാറി, വെളിച്ചം വന്നു. മാത്രമല്ല ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോസ്തലർ 10:38 വായിക്കുന്നു, നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഹല്ലേലൂയകളെ സൗഖ്യമാക്കി,
ഭൂതങ്ങളെ പുറത്താക്കി, സാധുക്കൾക്ക് നന്മ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ. എന്നെ കാര്യം യേശു കർത്താവിനെ അപ്പോൾ തന്നെ എന്തായിരുന്നു? മനുഷ്യത്തിൽ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി നിൽക്കുന്ന യേശുവിനെ എന്ത് ചെയ്തു? പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അങ്ങോട്ട് നിറച്ചു. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ ഭാഗത്തിലേക്ക് എത്തുമെന്ന് അറിയത്തില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സങ്കീർത്തനം നന്നായി വായിക്കണം. ഈ 18-ാം സങ്കീർത്തനം നന്നായി വായിക്കണം. നന്നായി വായിക്കുന്ന പറയുമ്പോൾ മനസ്സിരുത്തി പല പ്രാവശ്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൽ കൂടെ നിങ്ങളോട് ഇടപെടാൻ തുടങ്ങും. ജീസസ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, സ്വതന്ത്രൻ എന്നെ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഓങ്ങിയല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടന്നു. അപ്പം പടക്കൂട്ടം പോലെ, സൈന്യം വരുന്നത് പോലെ ആര് വരുവാണ്? ശത്രു വരികയാണ്, ശത്രുക്കൾ വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ സംഗീതക്കാരൻ പറയുന്നു, ഞാൻ എന്റെ ദൈവത്താൽ ഞാൻ എന്ത് ചെയ്യും? ഓനി ചെല്ലും. ചെന്ന് ശത്രുവിനെ കൊന്നോ? കൊന്നു. ജീസസ്. ഹല്ലേലൂയ. ശത്രു ഒന്ന് വെല്ലുവിളിച്ചോണ്ട് വന്നു. ആരുണ്ടെങ്കിൽ ആരുണ്ട് എനിക്കെതിരെ വരാൻ ആരുണ്ട്? വെല്ലുവിളിച്ചോണ്ട് നിൽക്കുക. പക്ഷേ ദൈവത്താൽ എന്ത് ചെയ്ത്? ദാവീദ് ഓടി അങ്ങോട്ട് ചെന്നു. ഒരു നിസ്സാരമായി ഒരു കവണയ്ക്കകത്തൊരു കല്ല് വെച്ചു. കവണയൊന്ന് വട്ടം കറക്കി, ഒന്ന് വീശി, ഒറ്റയേറ് അവന്റെ തിരുനെറ്റിക്ക് തന്നെ കല്ല് എന്ന് പതിഞ്ഞു. അവിടെ വീണ് ശത്രു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ ഓടുന്നെങ്കിൽ ശത്രുവോട് വീണിരിക്കും. നമ്മുടെ ശക്തിയോട് പോയാലൊന്നും ശത്രു വീഴത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടാലൊന്നും ശത്രു വീഴത്തില്ല. യേശുവിനോട് ചേർന്ന് യേശു കർത്താവ് ചെയ്ത വാഗ്ദത്തം, ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. കണ്ടോ? അപ്പൊ യേശുവിൽ പകർന്ന അതേ പവറാണ് നമുക്ക് പകർന്നു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. വചനമൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മള് ഹല്ലേലൂയ ഹൃദയ 10 പ്രാവശ്യം വായിക്കൂ, ഹൃദയ 10 പ്രാവശ്യം വാഗെന്ന് പറയുകയോ ചെയ്താലൊന്നും ആ പവർ വ്യാപരിക്കുകയില്ല. അതിന് ആ വചനത്തിന്റെ പവർ വെളിപ്പെടണമെങ്കിൽ നമ്മളും ആ ആത്മതലത്തിലേക്ക് കയറി വരണം. ജീസസ്. ഒന്നോട് വെളിപ്പെടുത്തി പറഞ്ഞാൽ, യേശു കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ജനിച്ചത്. എന്നാൽ തന്റെ 30 വയസ്സുവരെയും യോസഫിനും മറിയാമിനോടും കൂടെ നസറേത്തിലായിരുന്നു ജീസസ്. യോസഫിന്റെ കൂടെ ആശാരിപ്പണിയൊക്കെ ചെയ്തു. നമ്മൾക്കറിയാം, വേറെ മറ്റു ഭാഗത്ത് വരുമ്പോഴേക്കും ഇവൻ യോസഫിന്റെ മകനായ അച്ഛനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആശാരിപ്പണി ചെയ്തു ജീസസ്. അന്നേരമൊന്നും ആർക്കൊരു കുഴപ്പമില്ല. ആർക്കൊരു കുഴപ്പമില്ല. ഇവനാരെ ഇതൊന്നും ചോദിക്കുന്ന ഒരു പരിപാടി അന്നേരം ഇല്ലായിരുന്നു. ആശാരിപ്പണി ചെയ്ത് ഒതുങ്ങി. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, അവിടുന്ന് ഒരു പുറപ്പാട് വന്നു. ആ സമയം കഴിഞ്ഞു. വെളിപ്പെടുന്ന സമയമായി. അഥവാ അവിടുന്ന് പുറപ്പെട്ടു. എവിടെ വന്നു? യോർദാന്റെ കരയിൽ വന്നു ജീസസ്. യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത്, യോർദാൻ നദിയുടെ കരയിൽ യേശു കർത്താവ് വന്നു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും ഇറങ്ങിയ കൂട്ടത്തിൽ, വെള്ളത്തിലേക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ യേശു കർത്താവ് ഇറങ്ങി. 3-ാം അധ്യായം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാൻ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. മറ്റു ഭാഗങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ പറയുകയാണ്. യോഹന്നാൻ പറയുന്നു, അയ്യോ ഹല്ലേലൂയ, ഞാൻ നിന്നാൽ സ്നാനമേൽക്കേണ്ടിവനാ, നീ എന്റെ അടുക്കൽ വരുന്നോ? ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സർവ്വനീതിയും വെളിപ്പെടേണ്ടതാകുന്നു. കാരണം പിതാവിന്റെ നീതിയായിരുന്നു യേശു കർത്താവ് തന്റെ സൃഷ്ടിയാകുന്ന യോഹന്നാന്റെ കൈകീഴിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ മറ്റൊരു വലിയ സംഭവം ഉണ്ടാകുകയാണ്.
ആകാശം പിളർന്നു, സ്വർഗം തുറന്നു. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യമായിട്ട് ആകാശം പിളർന്നു, സ്വർഗം തുറന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. അടുത്തൊരു ശബ്ദം, ഓ അരുളപ്പാട് വെളിപ്പെട്ടു. പരസ്യമായി വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിലെ പിതാവ് പരസ്യമായി പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്ന ഈ യേശു എന്റെ പ്രിയപുത്രനാണ്. ഈ യേശുവിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവിനാൽ ജനിച്ച യേശുവിനെ പിന്നെയും സ്വർഗം ഡിക്ലെയർ ചെയ്തു, ഇതെന്റെ പ്രിയപുത്രനാണ്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് മർക്കോസ് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ആത്മാവ് യേശുവിനെ നിർബന്ധിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. ഇവിടെ പോകാൻ, മരുഭൂമിയിലേക്ക് പോകുവാൻ. 40 ദിവസം മരുഭൂമിയിൽ യേശു ഉപവാസത്തിലിരുന്നു. കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഉപവാസം തീർന്നപ്പോൾ യേശുവിന് വിശന്നു. നമുക്കറിയാം പിന്നെ വന്ന പരീക്ഷയും കാര്യങ്ങളും. ലൂക്കോസ് 4:14 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അടുത്തൊരു വാക്കൂടെ പറയുന്നുണ്ട്, യേശുവിന്റെ ശ്രുതി ദേശത്തെല്ലാം പരന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലൂക്കോസ് 10:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജീസസ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. യേശു ഹല്ലേലൂയ തന്നെ കേൾക്കുന്ന തന്റെ ജനത്തോട് ഹല്ലേലൂയ പറഞ്ഞ് കൈമാറിയ അധികാരവും ശുശ്രൂഷയും. പക്ഷെ സാധാരണ നിലയിൽ ഇതൊന്നും പറഞ്ഞാലൊന്നും ഹല്ലേലൂയ മാറ്റങ്ങൾ സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ നാം ആ ആത്മതലത്തിലേക്ക് കയറി വരണം. കർത്താവ് വാഗ്ദത്തം ചെയ്തതാ അധികാരം തന്നു. പക്ഷെ ഈ അധികാരം പ്രയോഗിക്കണമെങ്കിൽ അതെ യേശുവിൽ എന്താണ് വെളിപ്പെട്ടത്? പരിശുദ്ധാത്മാവും ശക്തിയും, പിതാവിന്റെ ശക്തിയും ഒന്നിച്ച് സമ്മേളിച്ചപ്പോൾ അതേ സ്വർഗത്തിൽ നിന്ന് പകർന്ന ആ അധികാരം തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് കൈമാറുകയാണ്. ആ ആത്മതലത്തിലേക്ക് കയറി വന്നാൽ നാം പറയുന്നതും അങ്ങനെ സംഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ സംഗീതത്തിൻകാരൻ പറഞ്ഞു, സ്തോത്രം എന്നെ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്താൽ ഞാൻ വടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ അതിൽ ചാടിക്കടക്കും. കണ്ടോ, ഇവിടെ കണ്ടോ, അഭിഷേക തൈലം വീണ ദാവീദ് ശക്തമായി വിളിച്ചു പറയാണ്, എന്റെ ദൈവത്താൽ ഈ സൈന്യത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. അടുത്ത് പറയുന്നു, എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. കോട്ട പോലെ അല്ലെ മതിൽ പോലെ ശത്രു കോട്ട കെട്ടി നിൽക്കുകയാണ്. പക്ഷേ അല്ലെങ്കിൽ സാധാരണ കലയിലൊന്നും ചാടിക്കടക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒറ്റ കാര്യം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ആത്മാവിൽ ബലപ്പെട്ട, ആത്മാവിൽ ശക്തിപ്പെട്ട് ആത്മതലങ്ങൾ കയറുവാൻ ആർത്തിയുള്ളവർക്ക് ഈ ചാടിക്കടക്കുവാൻ കഴിയത്തുള്ളൂ. സാധാരണ തലത്തിൽ വെളിപ്പെടുന്ന കാര്യമല്ല പറയുന്നത്. ജീസസ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ തുടക്കത്തിൽ വായിച്ചല്ലോ, ഹല്ലേലൂയ. എന്നെ വായിച്ചു പറഞ്ഞത്, സ്തോത്രം, യഹോവ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കണ്ടോ, യേശുവിന്റെ വെളിച്ചം നമ്മുടെ 3 മണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നാം ആത്മതലങ്ങൾ കയറാൻ തുടങ്ങും. അഥവാ പാപത്തിന്റെ കണികകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർന്നടർന്നു പോകും തോറും, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നിൽക്കുന്ന ഈ അന്ത്യനാളുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിലേക്ക് അശുദ്ധിയിടാൻ ദുഷ്ടൻ എപ്പോഴും വാദിച്ചു നിൽക്കും. ഹല്ലേലൂയ. മനസ്സിലേക്ക് അശുദ്ധിയിടാൻ
പാപത്തിന്റെ കണികകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടാൻ ദുഷ്ടൻ എപ്പോഴും വാദിച്ചു നിൽക്കും. എന്നാൽ ഇതിന്മേൽ നമ്മൾ എത്രത്തോളം ജയമെടുക്കുന്നോ അത്രത്തോളമേ നമുക്ക് യേശുവിനോട് അടുത്തില്ലാൻ കഴിയത്തുള്ളൂ. പാത്രം ശുദ്ധമാണെങ്കിൽ മാത്രമേ യേശുവുമായി അടുത്തു ചെല്ലാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനോട് അടുത്തു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മേക്കാൾ ശത്രുവിന് നന്നായി അറിയാവുന്നത് കൊണ്ട് എപ്പോഴും കറകളും കളങ്കങ്ങളും അശുദ്ധിയും ഒക്കെ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ശത്രു പോരാടിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിച്ചെങ്കിലേ, നിരന്തരമായി പ്രാർത്ഥിച്ചെങ്കിലേ ഈ തലത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യം, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, നമ്മെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെട്ടു വരണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശത്രുവിന്റെ ലക്ഷ്യം നാം വാഗ്ദത്തങ്ങൾ പ്രാപിക്കരുത്, അനുഗ്രഹങ്ങൾ പ്രാപിക്കരുത്, സ്വസ്ഥമായി ഇരിക്കരുത്, സമാധാനം അനുഭവിക്കരുത്. ഇതാണ് ശത്രുവിന്റെ ലക്ഷ്യം. എന്നാൽ മറക്കണ്ട, കർത്താവ് ഇതെല്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. ജീസസ്, ഹല്ലേലൂയ. എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ യേശു പറഞ്ഞില്ലേ, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. അത് വെറുതെ പറഞ്ഞാൽ നടക്കത്തില്ല. ആ ആത്മതലത്തിൽ നമ്മൾ കയറണം. ജീസസ്, ഹല്ലേലൂയ. ആ ആത്മതലത്തിൽ കയറി ആ ലെവലിൽ നിന്നെങ്കിലേ ഇത് നമ്മളോട് പോരാടാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പാപത്തിന്റെ കണികകൾ നമ്മളിൽ വെച്ചേക്കാൻ വേണ്ടിയുള്ള വലിയ മൽപ്പിടുത്തമുണ്ട്, പോരാട്ടമുണ്ട്. ജീസസ്, എന്തെങ്കിലും ഒരു ചെറിയ അശുദ്ധി മനുഷ്യനകത്ത് വെച്ചേക്കാനുള്ള ഒരു മൽപ്പിടുത്തമുണ്ട്. അവിടാണ് നമ്മൾ ജയമെടുക്കേണ്ടത്. ജീസസ്. പാത്രം ശുദ്ധമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഹല്ലേലൂയ. കണ്ടോ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് വിടുതൽ സംഭവിക്കുന്നത്. അപ്പം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി കാര്യങ്ങൾ വെളിപ്പെട്ടു വരണമോ? എന്തു വേണം? നമ്മിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ലെവലുകൾ മാറി മാറി വരണം. അതാ ആത്മതലങ്ങൾ കയറണം എന്ന് പറയുന്നത്. ആത്മതലങ്ങൾ ഓരോ പടികൾ കയറി വരുന്നതിനനുസരിച്ച് നമ്മുടെ മേൽ പകരുന്ന ആ അഭിഷേകത്തിന്റെ ലെവലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രവചനം പറയുന്നു, വെളിപ്പാട് പറയുന്നു. ആ ലെവലിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവമായി യേശു പറഞ്ഞു, യേശു നമുക്ക് കൈമാറി തന്ന ആ വാഗ്ദത്ത വചനത്തിന്റെ നിവൃത്തി വെളിപ്പെട്ടു വരണമെങ്കിൽ ജീസസ് നാം മല്ല് പിടിച്ചു പ്രാപിക്കണം, മല്ല് പിടിച്ചു പ്രാപിക്കണം. ജീസസ്, ഹല്ലേലൂയ. കർത്താവ് തരാൻ റെഡിയാ, പക്ഷെ നമ്മൾ മല്ല് പിടിക്കും. പലപ്പോഴും കുറെ ദിവസങ്ങൾ നമ്മൾ ചോദിക്കും, പിന്നെ ഇട്ടേച്ചു പോകും. അല്ല, കിട്ടുന്നിടം വരെ ചോദിച്ചു മേടിക്കണം നിരന്തരമായി. അല്ലേ, യേശു തന്നെ ഒരു പറഞ്ഞില്ലേ, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വേണ്ടോളം കൊടുത്തു. കണ്ടോ? അപ്പൊ ലജ്ജ കൂടാതെ എന്ത് ചെയ്യണം? ചോദിച്ചോണ്ടിരിക്കണം. ജീസസ്,
അപ്പോ നമ്മുടെ തടസ്സങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും. അവിടെ നമ്മൾ ക്രമീകരിച്ചാൽ അടുത്ത പടി കയറിയിരിക്കും. ജീസസ് ഹല്ലേലൂയ. കർത്താവുമായി പിന്നെയും ആ ഇമ്പ ശബ്ദം കേൾക്കേണ്ട ഒരു ലെവലിലേക്ക് കയറി വരുവാൻ പിന്നെയും നമ്മൾ മല്ല് പിടിച്ചുകൊണ്ടേയിരിക്കണം. വിടരുത്. യാക്കോബ് പറഞ്ഞ പോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടത്തില്ല. ജീസസ് വിട്ടില്ല, മല്ല് പിടിച്ചു വിട്ടില്ല. ജീസസ് ഇതുപോലെ മല്ല് പിടിച്ചാൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. എനിക്കത് വെളിപ്പെടുത്താതെ ഞാൻ വിടത്തില്ല. എന്തോ എന്റെ തടസ്സങ്ങൾ, എന്തുകൊണ്ട് എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല? മല്ല് പിടിക്കാൻ മനസ്സുണ്ടോ? ജീസസ് നിശ്ചയമായും കർത്താവ് വെളിപ്പെടുത്തും. കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ എടുക്കുന്നു പറഞ്ഞായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അതിഥി. കാരണം കർത്താവിൽ പകർന്നു കൊടുത്ത അതേ പരിശുദ്ധാത്മാവിനും പിതാവിന്റെ ശക്തിയുമാണ് നമ്മളിലേക്ക് പകരുന്നത്. പക്ഷേ പാത്രം എത്രത്തോളം ശുദ്ധമാണോ അതനുസരിച്ചേ ഈ പകർച്ച നടക്കത്തുള്ളൂ. പാത്രം ശുദ്ധമായി ഇല്ലെങ്കിൽ ഒന്നും പകരപ്പെടത്തില്ല. ഈ വചനം അങ്ങനെ തന്നെ ഇരിക്കും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. സ്തോത്രം. അടുത്തത് പറയുന്നു ഹല്ലേലൂയ. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പറയുന്നു ദൈവത്തിന്റെ വഴി തികവുള്ളത്. അപ്പം ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. അതാ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ ദാവീദ് ഹല്ലേലൂയ 25-ാം സങ്കീർത്തനം 4-ാം വാക്യം ഹല്ലേലൂയ പെട്ടെന്ന് വായിച്ചാട്ടെ. യഹോവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. യഹോവേ അറിയിക്കണം. കണ്ടോ, വഴി എന്നെ അറിയിക്കണമേ. അങ്ങയുടെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം. അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ജീസസ് അങ്ങന്റെ രക്ഷയുടെ ദൈവമാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഹല്ലേലൂയ ഇത് തുടർന്ന് പിന്നെയും കേൾക്കുമല്ലോ. അങ്ങനെ കേൾക്കുന്ന കസേരയിൽ ഇരുന്ന് ശാന്തമായി ഈ വചനം കേൾക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ജീസസ് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. യഹോവേ ഞങ്ങളുടെ വഴി എന്നെ അറിയിക്കണമേ. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വഴി, നിങ്ങളെ കുറിച്ചുള്ള വഴി വെളിപ്പെട്ട് കിട്ടാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നുള്ള വഴി വെളിപ്പെട്ട് കിട്ടുവാൻ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. മടുത്തുവാതെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി ഇടപെടും. ആ വഴിയിൽ കൂടെ പോകാവൂ, അല്ലാതെ ചുമ്മാ ഇറങ്ങി പുറപ്പെടരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഇറങ്ങി പുറപ്പെടരുത്. പലരും പറയും നിങ്ങൾക്കതാ, നിങ്ങൾക്കിതാ, അങ്ങോട്ടാ ഇങ്ങോട്ടാ, ഇതൊക്കെ പറയും. കേട്ടിറങ്ങരുത്. ഒറ്റ കാര്യം, ദൈവ ശബ്ദത്തിന് വേണ്ടി കേൾക്കണം, മല്ല് പിടിക്കുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വഴി അത് കറക്റ്റാണ്, അത് കൃത്യമാണ്, അതിനൊരു മാറ്റം വരത്തില്ല. അതുകൊണ്ടാ പറഞ്ഞേ സങ്കീർത്തനം. പിന്നെ ഇതേ സങ്കീർത്തനം ദാവീദ് തന്നെ അവിടെയും പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഓയേ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ, അങ്ങയുടെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. എന്നിട്ട് പറയാം, അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഒരു കാലത്ത് മോശ ഇത് തന്നെ പറഞ്ഞതാ. എന്നെ പറഞ്ഞു, പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിലാണ് മോശ പറയുന്നത്, യഹോവേ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം. ജീസസ് അത്രയും നാൾ വഴി അറിയാനിട്ടാണോ അത് പറഞ്ഞത്? അല്ലെന്നേ, ഇനി അറിയാനുണ്ട്. മോശയ്ക്കൊന്ന് മനസ്സിലാകാനിട്ടാണ്? അല്ല, മോശയ്ക്ക് ഇനി അറിയാനുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. ജീസസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത പറയും നോക്കിയേ, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. സ്തോത്രം. എന്നിട്ട് തന്നെ ശരണമാക്കുന്ന ഏവർക്കും യഹോവ പരിചയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാണ്. 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയേക്കാൾ മേത്തരമാണെന്ന് നമ്മൾ പിന്നെ സദൃശമായിട്ട് വായിക്കുന്നത്. ജീസസ് ഹല്ലേലൂയ.
അപ്പോ ദൈവത്തിന്റെ വചനം ഇതിന് ദൈവത്തോടും വലിപ്പമുണ്ട്, ദൈവത്തോടും ശക്തിയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവും ശക്തിയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരാൾ ഏത് ആളാണെന്ന് കുഴപ്പമില്ല, അങ്ങനെയുള്ളൊരു വ്യക്തി ഈ വചനമെടുത്ത് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ജീസസ്, ഹല്ലേലൂയ. ഇതുകൊണ്ടാ പറഞ്ഞത് ആത്മതലങ്ങൾ കയറി വന്നെങ്കിലേ ഈ വചനമെടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്നത്. ജീസസ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അടുത്ത പറയുന്നു, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാളുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ടോ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും. നമ്മൾ സർവായുധത്തെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെ എന്നാ പറയുന്നത്? ഹല്ലേലൂയ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവലം ധരിച്ചു. അപ്പൊ ഇവിടെ സംഗീതം നോക്കിയേ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും. ഹല്ലേലൂയ, സ്വന്തം കണ്ടോ? അപ്പം ശക്തി എന്ത് ചെയ്തിരിക്കുകയാണ്? ബെൽറ്റ് പോലെ കിട്ടിയിരിക്കുക. ബെൽറ്റ് പോലെ ശക്തി, ബെൽറ്റ് ഇട്ട് മുറുക്കുന്നത് പോലെ ശക്തി കൊണ്ട് കെട്ടി മുറുക്കിയിരിക്കുക. ഏത് ശക്തി? ദൈവശക്തി, ജീസസ്. അത് ഇങ്ങനെ മുറുകി നിൽക്കുകയാണ്. എവിടെ? ചുറ്റും പൊതിഞ്ഞ് മുറുകി നിൽക്കുകയാണ് ദൈവശക്തി. അഴിഞ്ഞു പോകാതെ, വിട്ടുപോകാതെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നമ്മളൊക്കെ പാലിട്ടിട്ട് ബെൽറ്റിട്ട് മുറുകി നിൽക്കുന്നത് പോലെ ഇവിടെ ദൈവത്തിന്റെ ശക്തി നമ്മളെ ചുറ്റി പൊതിഞ്ഞ് മുറുകി നിൽക്കുകയാണ്, അഴിഞ്ഞു പോകാതെ. ജീസസ്, കാര്യം ആ ദൈവശക്തി അങ്ങനെ നിന്നെങ്കിലേ ശത്രു കളവിടയ്ക്കാതെ നമുക്ക് നിൽക്കാൻ കഴിയുന്നുള്ളൂ. ജീസസ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ, ദൈവത്തിന്റെ ശക്തി നമ്മളെ മുറുകി പിടിച്ച് പറ്റി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ആലോചനകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ കളവധിക്കുവാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. നമ്മളവിടെ ഉഴപ്പ് കാണിക്കുന്നില്ലെങ്കിൽ ശത്രുവിന് അടുത്തു വരുവാൻ കഴിയത്തില്ല. ജീസസ്, കണ്ടോ? അപ്പൊ ദൈവം തന്നെ എന്നാ ചെയ്യണം? തന്റെ ശക്തി അയച്ച് നമ്മളെ ആഴമുറുക്കി ബലത്തോടെ നിർത്തുകയാണ്. ജീസസ്, അന്ന് ഇതെല്ലാം ദാവീദിനോട് പറയുകയും ദാവീദ് എഴുതുകയും ഒക്കെ ചെയ്തെങ്കില് ഇത് ഈ അന്ത്യനാളുകളിൽ നിൽക്കുന്ന ദൈവജനത്തോടും കൂടിയാണ് ഈ പറയുന്നത്. നമ്മൾ വിചാരിക്കും പണ്ടത്തെ അന്ന് ആ കാലത്ത് യേശു വരുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പാ ദാവീദ് ഇതെല്ലാം പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചത്. അല്ല പ്രിയമുള്ളവരെ, അന്ന് അത് അങ്ങനെ എഴുതിയെങ്കിൽ, ഭക്തനാത്മാവിൽ അങ്ങനെ എഴുതിയെങ്കിൽ ഇന്ന് അന്ത്യനാളുകൾ നിൽക്കുന്ന ദൈവജനം അങ്ങനെ നിന്നെങ്കിലേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പടക്കൂട്ടം പാഞ്ഞു വരുന്ന പോലെ വരുന്ന ശത്രു തള്ളിയിട്ട് തകർത്തുകളി. ജീസസ്, ശത്രു കെട്ടിയുയർത്തുന്ന മതിലിന്റെ മുമ്പിൽ നീ വിഷാദിച്ച് നിന്നുപോകും, അപ്പുറം കിടക്കാൻ കഴിയാതെ. ഹല്ലേലൂയ, നന്ദി കർത്താവേ. എന്നിട്ട് പിന്നെ പറയാണ്, എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ദൈവം നമ്മുടെ വഴി കുറവ് തീർക്കുന്ന പറഞ്ഞാൽ പെർഫെക്റ്റ് ആയി നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കും. ജീസസ്, കാരണമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണെന്ന് നോക്കിക്കുക വേഗത്തിൽ. യഹോവ സകലം നന്നായി ചെയ്ത് കിട്ടിയില്ല. 3:13 സഭാപ്രസംഗം. അല്ലല്ല,
അവൻ സകലം നന്നായി ചെയ്ത് നിത്യതയും അവരുടെ ഉള്ളത്തിൽ വെച്ചിരിക്കുന്നു. കണ്ടില്ലേ? കണ്ടില്ലേ? എന്റെ സകല പ്രയത്നം നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിന് അതെന്താ 3:11 യഹോവ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും വെച്ചിരിക്കുന്നു. ആ ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. ജീസസ് കണ്ടോ? നമ്മളിവിടെ സംഗീതത്തിൽ വായിച്ചു, ദൈവം എന്ത് ചെയ്യും? വഴിയുടെ കുറവ് തീർക്കും. അല്ലെങ്കിൽ നമ്മുടെ യാത്ര കൃത്യമായും പെർഫെക്റ്റായും എത്തേണ്ടടുത്ത് എത്തിച്ചേരുക. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, ഒരു കാലം ശിശുവായി പാർത്തു, പിന്നെ വളരാൻ തുടങ്ങി, പിന്നെ ബാല്യക്കാരനായി, യൗവനക്കാരനോ യൗവനക്കാരിയായി, പിന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ കാലങ്ങൾ പോവുകയാണ്. പിന്നെ തലമുറകളായി, സ്തോത്രം, പിന്നെ ഗൃഹസ്ഥ ആശ്രമമൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രായം 60 ആകുമ്പോഴത്തേനും എന്റെ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു. സ്തോത്രം. പിന്നെ ഇതിനിടയിൽ പോയോ വന്നോ നമുക്കറിയത്തില്ല. സ്തോത്രം. എത്രയും പോയെങ്കിൽ നല്ലത്. സ്തോത്രം. അപ്പോ അവിടെ അടുത്തത്, ഇതിന്റെ ഇടയിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുന്ന വ്യക്തി എവിടെ തിരിച്ചു ചെല്ലും? നിത്യതയിലെത്തും. അതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞു? വഴി കുറവ് തീർക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഈ വ്യക്തി എവിടെ തന്നെ എത്തിച്ചേരണം? നിത്യതയിൽ തന്നെ എത്തിച്ചേരണം. അവിടുന്ന് പുറപ്പെട്ട് വന്നേ. സ്വത്രം. അപ്പൊ അവിടുന്ന് പുറപ്പെട്ടു വന്നിട്ട് വഴി കുറവ് തീർക്കുന്ന ദൈവത്തിന്റെ സഹായത്താൽ പെർഫെക്റ്റ് വഴിയിൽ കൂടെ, കൃത്യമായുള്ള വഴിയിൽ കൂടെ യാത്ര ചെയ്താൽ ഈ വ്യക്തി മടങ്ങി നിത്യതയിൽ എത്തിച്ചേരും. അപ്പൊ അതിനു വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തു? നമ്മളിവിടെ സഭാപ്രസംഗിൽ വായിക്കുന്നത് എന്നാ പറഞ്ഞേ? ദൈവം സകലതും അതതിന്റെ സമയത്ത്. കണ്ടോ? അപ്പം ഈ വഴിയുടെ യാത്രയുടെ ഇടയിൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാലമാണെങ്കിൽ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, അതതിന്റെ സമയം. പിന്നെ ജോലി, നല്ലൊരു ജോലി. പിന്നെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു പങ്കാളി, അല്ലേലിയ. അങ്ങനെ പിന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അല്ലേലിയ. അടുത്ത പടി കയറി ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൃത്യമായി അതാതിന്റെ സമയത്ത് ദൈവം ചെയ്തിരിക്കുക, ഭംഗിയായി ചെയ്തു വെച്ചിരിക്കുക. ആർക്ക് വേണ്ടി? നിത്യതയിലേക്ക് യാത്ര പുറപ്പെട്ടവർക്ക് വേണ്ടി ഭംഗിയായി ചെയ്ത് എന്നാ പറഞ്ഞേ? മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുക. പിന്നെ ആ കൂട്ടത്തിൽ എന്തുകൊണ്ടുണ്ട്? നിത്യത. അത് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു എഞ്ചിനീയർ ഒരു വീടോ വലിയ ബിൽഡിങ്ങോ പണിയാൻ വേണ്ടി പ്ലാൻ വരയ്ക്കുമ്പോൾ ആ പ്ലാൻ വരച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴേക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും, ഓരോ ഫ്ലോറിലും ഉള്ളത്, ഓരോ മുറികൾ എങ്ങനെ ഇരിക്കണം, അതിന്റെ എലിവേഷൻ എങ്ങനെ ഇരിക്കണം, ഫ്രണ്ട് വ്യൂ എങ്ങനെ ഇരിക്കണം, ബാക്ക് സൈഡ് എങ്ങനെ ആയിരിക്കണം, അതിന്റെ കിച്ചൺ എവിടെ ആയിരിക്കണം, ഡ്രോയിങ് റൂം എവിടെ ആയിരിക്കണം, ഇങ്ങനെ ബെഡ്റൂം എവിടെ, ഇതെല്ലാം വളരെ മനോഹരമായി വരച്ച് ഫൈനലൈസ് ചെയ്തിട്ടാണ് ഈ പ്ലാൻ അപ്രൂവ് ചെയ്യാൻ കൊടുക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. അപ്പോ നോക്കിയേ, എല്ലാം കൃത്യമായി ചെയ്തു. എന്നിട്ട് ഈ പ്ലാൻ അപ്രൂവ് ആയാൽ പണി തുടങ്ങും. പണി തീർന്നു വരുമ്പോൾ അത് അതിമനോഹരമായിരിക്കും. പണി തീരുന്ന എവിടെയാ? നിത്യതയിൽ. അവിടെ അതിമനോഹരമായ അനുഭവത്തിൽ എത്തിച്ചേരുവാനിടയാകും. അപ്പൊ ദൈവമാണ് നമ്മുടെ വഴികൾ കുറവ് തീർത്ത് എത്തേണ്ടിയിടത്ത് നമ്മളെ കൃത്യമായി എത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മൾ ഈ അന്ത്യനാളുകളിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ്, അഥവാ ഓരോ ആത്മാവിൽ ആത്മീയമായി ഓരോ പടികൾ കയറി ആത്മതലത്തിൽ എത്തിയെങ്കിലേ ഈ വചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ജീസസ്.
കരയുന്ന കുഞ്ഞിന് പാലുണ്ട്. കരയുന്നവർക്ക് വരുന്ന ഒരു കുറേശ്ശെ പാല് കിട്ടുന്ന പോലെ കിട്ടും. പക്ഷെ ആലയിലെ കരയുന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും, പാലും കുടിച്ചുകൊണ്ടിരുന്നാൽ ഇവൻ അടുത്ത പടി വളരത്തില്ല. ഇവൻ അടുത്ത ലെവലിൽ വളർന്ന് ആലയ പക്വതയെത്തി എത്തണമെങ്കിൽ കുറെ വർഷങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് പക്വതയിൽ, ആത്മീയ പക്വതയിലേക്ക് എത്തണമെങ്കിൽ ഓരോ പടികൾ കയറി പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത്. സകല സത്യത്തിലും വരുന്ന ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സത്യത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിൽ പോയെങ്കിലേ ഇത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം. ആത്മാവിന്റെ പ്രബോധനമില്ലെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റിപ്പോകും. നമ്മൾ പിന്നെ പുറമേ കാണുമ്പോൾ ഇന്നാര അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും, അല്ല സംഘടന പലതും പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം പറയണമെങ്കിൽ ആത്മാവുമായി ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതൊന്നും അങ്ങോട്ടും ഉണ്ടാകുന്നില്ല. സ്വത്രം ഇവിടെ തന്നെ നിൽക്കും, അത് ഇവിടെ തന്നെ പ്രശംസയും കിട്ടും. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അതിലെത്താനും പരിശുദ്ധാത്മാവ് സാറ്റ്. യേശു കർത്താവ് പറഞ്ഞില്ലേ, ആലേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ പിതാവിന്റെയും ദൂതന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യൻ എന്ന് പറയുന്നത് അല്ല വിഷയം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്നവർ എന്ന് പറയുന്ന നല്ലതും തീർത്താലും യേശു കൂടെ ഉണ്ടാകും മതിയെന്നേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നമ്മൾ വലിയവരായോ ചെറിയവരായോ കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും അവരെ ഒന്നും പ്രസാദിപ്പിച്ചിട്ടൊന്നും നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. യേശു പ്രസാദിച്ചാൽ കൂടെ നിൽക്കും, പരിശുദ്ധാത്മാവ് കൂടെ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കേക്ക് പറഞ്ഞ് പാത്രത്തെ ശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്കൊരു വ്യഗ്രത ഉണ്ടാകണം, ഒരു ആർത്തി ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, പാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു കണിക, അശുദ്ധിയുടെ കണിക ഇടുവാൻ ശത്രു പോരാടിക്കൊണ്ടേ നിൽക്കും. ജീസസ്. എന്നാൽ അത് നാം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അതിൽ ഉണർന്നിരുന്നെങ്കിലേ ശത്രു അത് വിതയ്ക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മൾ അറിയാതെ കൊണ്ട് ഇട്ടുകളെ. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞു സ്തോത്രം, നമ്മുടെ വഴി കുറവ് തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. 34 യഹോവ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രജാപം കുലയ്ക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം, അമ്പും വില്ലുമൊക്കെ അമ്പ് വലിച്ചിട്ട് വില്ല് വിളിച്ചിട്ട് അമ്പെടുത്ത് വെക്കുന്ന പോലെ അങ്ങനെ പറയുന്നേ. സ്തോത്രം. എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം ജീസസ് ദൈവത്തിൻ്റെതായ ആയുധങ്ങളും ദൈവത്തിൻ്റെതായ യുദ്ധത്തിന്റെ മുറകളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഭൂമിയിലെ സൈന്യ പട്ടാളത്തിന്റെ യുദ്ധമുറ പോലെയൊന്നും അല്ല. ആ ഭൂമിയിലെ പട്ടാളമുറ കൊണ്ടും യുദ്ധം കൊണ്ടും ഒന്നും ദൈവസന്നിധിയിലോട്ട് അടുത്ത് ചെല്ലാൻ കഴിയത്തുമില്ല. ജീസസ്. നിവർന്നു നിൽക്കുമ്പോൾ തന്നെ ചീഞ്ഞഴുകി പോകുന്ന ശക്തമേറിയ മാരക റേസുകൾ ഹല്ലേലൂയ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജീസസ്. ഒറ്റ ഒന്ന് വന്ന് തൊട്ടാൽ മതി, ചീഞ്ഞഴുകി പോകും. ഇങ്ങനെ ഒരുപാട് ആയുധങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്ന് ഇവിടെ പറഞ്ഞേ, ദൈവം എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. ജീസസ്. എന്റെ ഭുജങ്ങൾ താമ്രജാപം കുലയ്ക്കുന്നു. ജീസസ്. അപ്പൊ നമ്മളെ ഇതിനെന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ്. അല്ലേ നിസ്സാരായിരുന്നു. നോക്കി, ആ ഗിരിയനോടുകൂടെ 300 പേര് പോയി. അവർ പക്ഷെ എല്ലാം ബിരുദന്മാരായിരുന്നു. എന്നായിരുന്നു? പട്ടി നക്കി കുടിക്കുന്ന പോലെ അവരെ മുട്ടുമടക്കാൻ നിന്ന് വെള്ളം കുടിച്ചു. അപ്പം അതിന്റെ അർത്ഥം അവർ ബിരുദന്മാരായിരുന്നു. എന്നാൽ ഈ ബിരുദന്മാരെ
കൊണ്ടുപോയെങ്കിലും ഇവര് എന്നെ ജയിച്ചതേ ഉള്ളൂ. എന്നെ ജയിച്ചുള്ളവരെ അവരുടെ കയ്യിൽ ഒരു കുടം കൊടുത്തു. പിന്നെ കുടത്തിനകത്ത് ഒരു പന്തം വെച്ചു, പിന്നെ ഒരു കാഹളം വെച്ചു കൊടുത്തു കയ്യിൽ. നമ്മുടെ കാഴ്ചയിൽ നിസ്സാരമായ കാര്യങ്ങളാവല്ല, വളരെ നിസ്സാരം. വാളോ കുന്തോ ഒന്നുമില്ല. ആലേലിയ വെട്ടുവാനോ കുത്താനോ ഒന്നും പറ്റുന്ന ഒന്നും കയ്യിലില്ല. വളരെ നിസ്സാരമായൊരു മൺകുടം, അതിനകത്തൊരു പന്തം, പിന്നെ ഒരു കാഹളം. ജീസസ്, ഹല്ലേലൂയ. പക്ഷേ ദൈവസന്നിധിയിൽ ഇതെല്ലാം വളരെ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കിടയ്ക്ക് കാഹളങ്ങളെ കുറിച്ച് പള്ളിയിൽ പഠിച്ചാൽ കാഹളങ്ങൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള കാഹളങ്ങളുണ്ട്. യുദ്ധത്തിന് പുറപ്പാടാനുള്ളതുണ്ട്, യുദ്ധം തുടങ്ങുന്നതിനുള്ളതുണ്ട്, ജനത്തെ കൂട്ടിവരുത്താനുണ്ട്. അങ്ങനെ പല നിലകളിലുള്ള കാഹളങ്ങളുണ്ട്. അപ്പൊ ഇത് നിശ്ചയമായിട്ടും യുദ്ധത്തിനുള്ള കാഹളമായി കൈ കൊടുത്ത രണ്ട് മൺകുടത്തിനകത്ത് ഒരു തീപ്പന്തം കൂടെ വെച്ചു കൊടുത്ത. അതുകൊണ്ട് എന്നാ ജീസസ് നമുക്ക് എന്നാ പറയാൻ പറ്റും അതിനെ? ഹല്ലേലൂയ. രക്തത്താൽ ജയപ്പെടുത്തും. നമ്മൾക്ക് മനുഷ്യ നിലയിൽ കണ്ടു നോക്കിയേ. ഒരു കയ്യിലിരുന്ന കുടം, മറ്റേ കൈ കാഹളം. അപ്പൊ ഈ കാഹളം പിടിച്ചിരുന്ന കൈ കൊണ്ട് വേണം ഈ കുടം ഉടയ്ക്കാൻ. അല്ലേ? പക്ഷെ കുടത്തിനകത്ത് എന്തുകൂടെ ഉണ്ട്? ഒരു തീകളുണ്ട്. അപ്പൊ ഈ 300 പേര് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് ആലേലിയ ഒരു കയ്യിലിരുന്ന കുടത്തെ അതിനകത്ത് പന്തം വെച്ചിരിക്കുക. ഈ കുടത്തെ എന്ത് ചെയ്തു? കാഹളം പിടിച്ചിരുന്ന കൈകൊണ്ട് ഒറ്റ അടി കൊടുത്തു. കുടം ഉടഞ്ഞു, തീ വെളിപ്പെട്ടു. അത്രയും നേരം എന്ത് ചെയ്തായിരുന്നു? ഈ കുടത്തിനകത്തിരിക്കുകയായിരുന്നു ഈ തീ. ഹല്ലേലൂയ. പക്ഷെ കുടം അങ്ങോട്ട് ഉടഞ്ഞപ്പോഴോ തീ വെളിപ്പെട്ട് പുറത്തു വന്നി. ജീസസ് 300 പന്തം ഒരേ സമയത്ത് കത്തുക. ഹല്ലേലൂയ. അപ്പൊ കൂട്ടത്തിലുണ്ട് കാഹളമോതുക. ജീസസ്. ദൈവഹിതപ്രകാരം ആ കാഹളമോതുന്നെങ്കിൽ ദൂതന്മാർ ഇറങ്ങി വരുമെന്ന്. ദൈവത്തിന്റെ സൈന്യമാകുന്ന ദൂതന്മാർ ഇറങ്ങി വരും. ഇനി ആത്മീയത്വത്തിലേക്ക് നോക്കിയാൽ ഈ മൺകുടത്തിനകത്തിരുന്ന തീപ്പന്തം നാമാകുന്ന മൺകുടത്തിനൊരു ഉടവ് വന്നാൽ അകത്തിരിക്കുന്ന തീ പുറത്തേക്ക് വരും. ആ കൂട്ടത്തിൽ കാഹളം കൂടെ ഊതാമെങ്കിൽ നമ്മളോടൊപ്പം ദൂതന്മാരുടെ ഇറങ്ങി വരും. യുദ്ധത്തിന്റെ തലം മാറിയോ? യുദ്ധത്തിന്റെ തലം മാറിയോ? ഇവരല്ല യുദ്ധം ചെയ്ത്, ദൂതന്മാരാ. ജീസസ്, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ യുദ്ധം ഇങ്ങനെ ജീസസ്. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യും? ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ പുറമേയുള്ള മൺകുടമൊന്ന് ഉടയുവാൻ. എങ്കിലും ഈ അത്യന്ത ശക്തി നിങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് അത് മൺപാത്രത്തിൽ അത്രേ പകർന്നിരിക്കുന്നത്. ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി തീയായിട്ടൊന്ന് പുറത്തോട്ട് വരണം. അത് തീയായി പുറത്തോട്ട് വരണം. ഈ മൺപാത്രം ഒന്ന് ഉടയണം, ഉടയാൻ ഏൽപ്പിക്കണം. ജീസസ് അതാണ് നമ്മെ പറഞ്ഞത്. പാപത്തിന്റെ കണികകളെ തൂത്തുകളയുവാൻ, യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളയുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കഴുകിക്കളയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ആദ്യത്തെ നമ്മളൊക്കത്തിൽ വായിച്ചില്ലേ? ആ വെളിച്ചം പുറത്തേക്ക് വരും, ശക്തമായി പുറത്തേക്ക് വരും. ജീസസ് കൂട്ടത്തിൽ കാഹളം കൂടെ ഊതാവെങ്കിൽ ആ ദൂതന്മാരിറങ്ങി വരും. യുദ്ധത്തിന്റെ തലം മാറും. പ്രിയമുള്ളവരെ, ഈ എൻഡ് ടൈമിൽ നിൽക്കുന്ന, ഈ അന്ത്യനാളുകളിൽ നിൽക്കുന്ന ദൈവജനത്തോട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കട്ടെ, പ്രാപിക്കാൻ, ആത്മതലം കയറുവാൻ ഏൽപ്പിക്കട്ടെ. ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടേണ്ട നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല. മഹാമാരി വന്ന് ഒതുങ്ങിപ്പോയി. അതിനും പുറമെ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലവും എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലത്തിൽ സംഭവിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഉണരുവാൻ കഴിയുമോ? ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ജീസസ് വിടുതൽ തരുവാൻ
യേശു ശക്തന. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ബാക്കി മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 അവിടെ എന്നാ പറയുന്നത്? ആശ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനകത്ത് ഒതുങ്ങിയിരുന്ന ദൈവത്വത്തിന്റെ പ്രവൃത്തി മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കൽപ്പവൃക്ഷം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷം അത് യൂറോപ്പിലുള്ള ഒരാൾ എഴുതിയ ജോൺ ഞാൻ മറന്നുപോയി, ഒരാൾ എഴുതിയതാണ് കൽപ്പവൃക്ഷം. അതായത് യേശുവിൻ്റെ ശുശ്രൂഷ കാലവും തുടർന്നു വന്ന പീഡനത്തിന്റെ കാലങ്ങളും ഈ മഗ്ദലക്കാരത്തി മറിയ രക്ഷിക്കപ്പെട്ടതും മറിയയുടെ കൂടെ നടന്ന തോഴിമാരെ രക്ഷിക്കപ്പെട്ട, അങ്ങനെ കുറെ കാര്യങ്ങൾ, ചില റോമൻ പടയാളികളും റോമക്കാരും രക്ഷിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയുണ്ട്. പേര് കൽപ്പവൃക്ഷം എന്നാണെങ്കിലും ആ കൽപ്പവൃക്ഷം പോലെ നിന്ന ഒരു റോമക്കാരനെ, റോമൻ പൗരനെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നത്. സ്വത്രം. പക്ഷേ ആ കഥയിൽ പറയുന്ന ചില കാര്യങ്ങൾ ആദ്യം നമ്മൾ ചിന്തിച്ചാൽ അതിനകത്തൊരു കാര്യം പറയുന്നത്, യേശു വളർന്നു വന്ന കാലത്ത് ആ കൂട്ടത്തിൽ നമുക്കറിയാം യൂസഫിന്റെ മറ്റു മക്കൾ, അവരുടെ സമപ്രായക്കാരായ മറ്റു കുട്ടികളൊക്കെ അവരുടെ അടുത്തടുത്ത വീടുകളിലുണ്ട്. അതിനകത്ത് ചില പെൺകുട്ടികൾക്ക് യേശുവിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം, ഇവര് യേശുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ യേശുവിന്റെ കണ്ണിനകത്ത് ആരിലും കാണാത്ത ഒരു തിളക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ മുഖത്തേക്ക് അതേ ചിന്തയുടെ നോക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. സ്വത്രം. ഞാൻ പറഞ്ഞത് ആലയിൽ തന്റെ ദൈവത്വത്തിന്റെ മഹത്വത്തെ ഒതുക്കി വെച്ചിട്ട് തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി വേഷത്തിൽ വെളിപ്പെട്ടു വന്ന യേശു കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ യോസേഫിന്റെ കൂടെ ഇന്നിപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആത്മാവിന്റെ ശക്തിയോടെ ഉപവാസം കഴിഞ്ഞ് മടങ്ങി നസ്രത്തിലേക്ക് വന്നപ്പോ കാര്യം മാറി. പിന്നെ കാര്യം മാറി. ആരേലില്ല. പിന്നെ പരാതികളും പ്രഹസനങ്ങളും ദുഷിക്കലും വഴിയും എല്ലാം കൊണ്ട് തുടങ്ങി. ഹല്ലേലൂയ. തള്ളിയിട്ട് അവരെ മടങ്ങുന്ന പട്ടണത്തിന്റെ മാവിടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്നാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പരിവർത്തനം, പിതാവിന്റെ ശക്തി രണ്ടും കൂടെ ഒന്നിച്ചങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ജീസസ് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൈവപ്രവൃത്തി അതിശക്തിയോടെ വെളിപ്പെടാൻ തുടങ്ങി. അന്നുവരെ ആ ജനം കണ്ടിട്ടില്ലാത്തത് വെളിപ്പെടാൻ തുടങ്ങി. അതേ പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ അത് തന്നെയാണ് വെളിപ്പെടാൻ പോകുന്നത്. ഇന്നുവരെ ജനം കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്. ഹല്ലേലൂയ. അതേ പിതാവിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആരിലൊക്കെ ഒന്നിച്ച് സമ്മേളിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ അവർ കൂടി അതിശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന നാളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഉപയോഗിക്കുന്നവരെ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി ദൈവജനങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരും അറിയാതെ അറയിൽ കിടന്നു വാതിലടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുപോലെ യേശുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ സമയമാകുമ്പോൾ അവരൊക്കെ പുറത്തു വരും. അതിശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ ഞെരുക്കുന്ന വിഷയങ്ങളെ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളെ ഒരു വിടുതൽ വരണമോ? നിങ്ങൾ ആത്മതലം കയറണം. ആത്മതലം കയറണം. മറ്റൊരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ വാങ്ങണമെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞില്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ശരിയാ, അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ ചവിട്ടിയാൽ ആരേലിയ ഭരിക്കുന്നില്ല. ആവശ്യം. അടുത്തത് യേശു പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല. യേശുവിൽ വ്യാപരിച്ച അതേ ആത്മശക്തി, അതേ പിതാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടാൽ
നിങ്ങൾ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഈ പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ അത് പ്രാപിക്കാൻ നമുക്കൊരു ആർത്തി വരട്ടെ, നമുക്കൊരു ഉത്സാഹം വരട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അത് എന്ന് വെളിപ്പെടുമോ അത് ഒരേ മല്ല് പിടിച്ച് മേടിക്കുവാൻ നമുക്കൊരു ഉത്സാഹം വരട്ടെ, ആർത്തി വരട്ടെ. ജീസസ് ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ കൂടെ ഇരിക്കും, ഞാൻ കൈവിട്ടു പോകത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. യെസ്, വാക്ക് പറഞ്ഞ യേശു കർത്താവ് നമ്മുടെ അടുക്കൽ വരും. ആര് ശരിയ, പക്ഷേ ഹല്ലേലൂയ ആ ശക്തിയും ഹല്ലേലൂയ ആ പവറും ഇങ്ങോട്ട് വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് അടുത്ത് എന്ന് അത് പിടിച്ചു മേടിക്കുവാൻ നമുക്കൊരാർത്തി ഉണ്ടാകണം. ജീസസ് വെറുതെ ആരിലേക്കും അത് പകരത്തില്ല പ്രിയമുള്ളവരെ, വെറുതെ ആരിലേക്കും പകരത്തില്ല. ഹല്ലേലൂയ. ഒരു വില കൊടുത്തെങ്കിലേ അത് നമ്മിലേക്ക് പകരപ്പെടുത്തും. വില കൊടുക്കുവാൻ ആർക്കാർത്തിയുണ്ട് അവരിലേക്കേ അത് പകരപ്പെടത്തുള്ളൂ. ഒരു താലന്തുകൾ 3 നിലയിൽ കൊടുത്തു. 3ാമത് കെട്ടിയവൻ എന്ത് ചെയ്തു? അവൻ കൊണ്ട് കുഴിച്ചിട്ടു. ജീസസ് ഹല്ലേലൂയ. ഒരു പ്രയോജനം ഉണ്ടായില്ല, അവനും ഉണ്ടായില്ല, ആർക്കും ഉണ്ടായില്ല. ഇത് തന്നെയാണ് അനേകരുടെ അവസ്ഥ. അവർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല, യേശുവിനും പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചെടുക്കും. ജീസസ്. പിന്നെ ഒരു വാക്കൂടെ കേൾക്കേണ്ടി വരും. ദുഷ്ടനും മടിയനുമായ ദാസിയെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ നായും ശബ്ദം കേൾക്കുവാൻ നമുക്കൊരുക്കമുണ്ടാകട്ടെ, ആർത്തി ഉണ്ടാകട്ടെ. ജീസസ് ഹല്ലേലൂയ. ഈ 18ാം സങ്കീർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിർത്തുക. ഹല്ലേലൂയ. സ്തോത്രം. അവസരം വരുന്ന സമയത്ത് ബാക്കിയിലേക്ക് നമുക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, മറക്കണ്ട. ഹല്ലേലൂയ. അന്ന് ദാവീദ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അന്ന് ദാവീദ് ആത്മാവിൽ അങ്ങനെ എഴുതി വെച്ചെങ്കിൽ വാസ്തവത്തിൽ ഇന്ന് നമ്മൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. നമ്മൾ ഈ ആത്മതലം കയറുകയും പ്രാപിക്കുകയും ചെയ്തെങ്കിൽ അന്ന് മോശ പറഞ്ഞു, യഹോവയുടെ വഴി എന്നെ അറിയിക്കണം. ഇന്ന് വാസ്തവമായി യേശുവിന്റെ വഴി നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് അതിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയും. ഒരുപാട് കള്ളപ്രവാചകന്മാരുള്ള കാലമാണ്. ഒരുപാട് ഹല്ലേലൂയ ഉപദേശത്തിൽ തെറ്റിക്കുന്നവരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാരമായ ഉപദേശം, വളരെ ഈസിയായി ഉപദേശത്തിൽ കൂടെ തെറ്റിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതെല്ലാം കൃത്യമായി തിരിച്ചറിയണമെങ്കിൽ യേശു തൻ്റെ വഴി നമുക്ക് ഉപദേശിച്ചു തരണം. തൻ്റെ സത്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നടക്കണം. ഹല്ലേലൂയ. അല്ലാത്തവരെന്ന് വന്നാൽ അവരുടേതായ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കണം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തിയിരിക്കും. ജീസസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആർത്തി വെളിപ്പെടട്ടെ, ഔത്സാഹം വെളിപ്പെടട്ടെ. ശുഡമനഘടകവറസ്തനാദിയം അർത്ഥവരഘടകവർ അന്ധരപ്രവരകരാശി അൽക്കവരവറുക്കവരകവരഘടകവർ അന്ധരാധികര അൽകമനഘട റിയന്തരാധികൽക്കറുകരകർത്ഥപ്രവരക റൈഷ വധുക്കേ രഗരേ അന്ധര വധുരേ ബൗഡേ റവരേ അന്ധര വധുരേ ബൗഡേ റവരേ അടരകടക്കവർ ഏതകരാജകർ അന്ധൽ കടകര. ഈ നാടുകളിൽ ചില രാജ്യങ്ങളിൽ ചില അടയാളങ്ങൾ ഉയർത്തി കാണിക്കുന്ന, ദൈവപ്രവൃത്തിയോ ദൈവത്തിൻ്റെതോ അടയാളത്തെ കുറിച്ചല്ല പറയുന്നത്, ചില അടയാളങ്ങൾ, സിംബലുകൾ ഉയർത്തി കാണിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ശത്രു അതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഇടങ്ങൾ അവന്റെ ആധിപത്യത്തിന്റെ കീഴിലാണെന്ന് ഓർത്തുകൊള്ളണം. അവന്റേതായ ചില സിംബലുകൾ ഉയർത്തി നമുക്കറിയാം, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്തംഭങ്ങളും ഓരോ പ്രതിമകളും ഒക്കെ സ്ഥാപിക്കാറുണ്ട്. ഇതുപോലെ ശത്രു ചില സിംബലുകൾ ചില രാജ്യങ്ങളിൽ, അവരുടെ ഓരോ ദേശങ്ങളിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ.
അജവന ഘടകവർ അന്ധര ഘടകര ഔഡപ്രവരക റംഷീറുവരെ അറുതാരകതല ഹത്തുല ജൈഷവലഘടകവർ അങ്കന ഘടകര ഹസ്തപ്രവരകസ് അസ്തന പ്രമനകൻ അംശീറുവരെ അജനഘടാധിക രാജക ഹസ്തപ്രവരകസ് ഹസ്തപ്രവരക റൈഷീറുവരെ അടുകാരകല അടകര ഘടക അടകാറിവരെ വലിയ മുതലുകള് അല്ലേലിയ. ആ വലുതെന്ന് പറഞ്ഞാൽ അതിനെ വിവരിക്കാൻ പറ്റില്ല, അത്ര വലുത്. അതുപോലെ വെള്ളത്തിനടിയിൽ ഇങ്ങനെ വന്ന് ആരും അറിയാതെ വന്ന് ആരെയും സാവകാശോടെ നിന്നേച്ച് കരയുടെ സൈഡിൽ നിന്ന് വെള്ളം പിടിക്കാൻ പറ്റുന്ന പുലിയെ പോലും അങ്ങനെ പിടിച്ചോണ്ട് പോക്കേ ജീസസ്. ആ പുലി വലിയ വീരനാണ് നമ്മുടെ അറിവ്. പക്ഷേ ഈ വീരനാവുന്ന പുലിയെ പോലും എന്ത് ചെയ്യും? ഈ വലിയ മുതല വന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോകും. ഇതുപോലെ ഈ നാളുകളിൽ പതുങ്ങിയിരുന്നു കൊണ്ട് ചില ദേശങ്ങളിൽ ശക്തമായി വെളിപ്പെടാൻ പോകും. അവിടെ നിൽക്കുന്ന ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? വിളികളെ അവരിൽ തന്നെ കാണുകയില്ല. ജീസസ് സ്വത്രം അല്ലേ. അത് ഈ നാളുകളിൽ അധികം താമസമില്ലാതെ വെളിപ്പെടാൻ പോവുകയാണ്. ഓ അത് വെളിപ്പെടുന്നതിൻ്റെതായ നിലകളിൽ ശക്തമായ പ്രവൃത്തികൾ, ഐശാരികമായ പ്രവൃത്തികൾ ആ സ്ഥലങ്ങളിൽ വെളിപ്പെടും. ഇതെന്തേ തന്നെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിക്കും, പലരും ചോദിക്കും, പലരും പറയും. പക്ഷേ പിന്നിൽ വെളിപ്പെടുന്നത് ഈ ശക്തിയാണെന്ന് അന്ന് ഓർക്കട്ടെ. അടമാറമന ഹറമാറമന ഹർഷീമരക ഭൗരേതുപരി ഹന്തരമധുരി ബൗഡപ്രവര മീമൽക്കറുകര ഘടക അറുവരി അർത്ഥരമധുര വറുക്ഷേറുവരി. അതിന്റെ അടയാളം നമുക്ക് അന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടികളായിരുന്ന ജലതിനെയൊക്കെ ചില സ്ഥലങ്ങളിൽ കാണത്തില്ല. അങ്ങനെ ഞാൻ പറയുന്നത് വിഴുങ്ങിക്കളയത് വന്ന് ഈ വലിയത് വന്ന് വിഴുങ്ങിക്കളയും. പിന്നെ ഈ ചെറിയ വാർത്തകൾ അവിടെ നിന്ന് കാണുകയില്ല അല്ലേ. അതുപോലെ വലിയ ശക്തിയോടെ നിന്നതിനെ പിന്നെ കാണാത്തത് കൊണ്ട് കാണുകയും കേൾക്കുകയും എവിടെ പോയി എന്നാ പഴയ പോലൊന്നും ഇല്ലല്ലോ. അതിന്റെ അർത്ഥം വലിയത് വെളിപ്പെട്ട് കഴിഞ്ഞു. ജീസസ് റമന റമന ഹസ്തമനാജ ഹന്തപ്രമന റൗഷേവരെ ഹന്തരനരജെ കുടിയര ഘടക അറികതര അസ്തല അറികതല ഹന്തരപ്രവര റൈഷപ്രവര റംഷപ്രവന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കണം. ആധിപത്യങ്ങൾ തകരട്ടെ. അടരാറകല ഹത്തുലമധുര ഗൗഡേകവരെ ഹന്തലമധുരി ഉറക്കമറക്കമറേതകനാകുക അന്തന റകതന ഹടകന അസ്തലപ്രമന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കയറുകൊണ്ട് കെട്ടിയ കട്ടിലെ ചില നാളുകളായി കിടപ്പിലായ ഒരു വ്യക്തിയെ ദൈവാത്മാവ് കാണും. കയറുകൊണ്ട് കെട്ടിയ കട്ടിലെ ചില നാളുകളായി കിടപ്പിലായി. 38 വർഷമായി രോഗാത്മാവ് വായിച്ച് കിടപ്പിലായവനെ തേടിച്ചെന്ന കർത്താവിന് ഈ വ്യക്തിയോട് ഒരു മനസ്സലിവുണ്ട്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇങ്ങനെയുള്ളവരെ അറിയുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മനസ്സലിവ് അവരെ അറിയിക്കുക. വിടുവിക്കുവാൻ യേശുവിന് താല്പര്യമുണ്ടെന്നും മനസ്സുണ്ടെന്നും അറിയിക്കട്ടെ. ജീസസ് അസ്തനപ്രമനകൻ അംശേറിവരെ അൽക്കര റിവര ഹടക റാഹ റഗദല ഹദിലെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഉടയര ഘടകര ഘടക അറികതര അഞ്ചരപ്രവരക റൈഡക്കറുകര ഘടകര ഹർത്തിര മധുരേ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. റിവ ശിവര റമര ഹറുക റീവൽക്കറുകര ഘടകര ഹത്തിര ഹന്തൽ പ്രവര അർത്ഥപ്രവരക റൈഷേറുവരെ. നാമധേയ സഭകളിൽ ചില സംഭവങ്ങൾ നടക്കും. അടകമന അസ്തമനാർജികൻ അസ്തക്കറുകന അർത്ഥന അറികതന ഹന്തരപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി. യേശുവേ നന്ദി പിതാവേ. താങ്ക് യു ഫാദർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം, സ്വർഗ്ഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക, പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ആരാധിപ്പാൻ, തുടർന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. സ്തോത്രം കർത്താവ്. വചനം കേൾക്കുവാൻ പോകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ, അവർക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരും. അവരുടെ ആത്മാവിൽ ആരൊരു സ്പർശനം ഉണ്ടാകും. അടുത്ത ലെവലിലേക്ക് കയറണമെന്നുള്ളൊരു ആർത്തി അവരിൽ വെളിപ്പെട്ടു തരട്ടെ. യേശു വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു ആർത്തി വെളിപ്പെടട്ടെ. യേശുവേ, അവരുടെ കരങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട്, ഞെരുങ്ങുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. യേശുവേ, എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് അപ്പാ, ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേലെ ഞങ്ങളുടെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അങ്ങ് അവരെ അനുഗ്രഹിക്കണം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. പിതാവേ, യഹോവാ തിരുവോ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവാ തിരുവോ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായകത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നു പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാജാവായ യേശുവേ, വേഗം എല്ലാവരെയും കർത്താവിനെ